ഓം സദ്ധർമ്മ സന്ദേശം ഭാഗം 9. പരമാത്മസ്വരൂപികളെ പ്രണാമം പ്രണാമം. സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ 12ാമത് സവിശേഷത ശ്രദ്ധാപൂർവം ശ്രവിച്ചാലും സദ്ധർമ്മ സന്ദേശത്തിൻ്റെ അവസാന ഭാഗമാണിത്. സനാതന ഹിന്ദു ധർമ്മം ശ്രദ്ധാവാദിയാണ്, ദാസതാവാദിയല്ല. ഭാരതീയ അനാദി സനാതന ധർമ്മത്തിൻ്റെ സവിശേഷതകൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുമോ? ആർക്കും അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഋഷിപരമ്പരകളുടെ അനുഭവത്തിൻ്റെ രത്നാകാരമാണ്. അതിനെ അല്പമെങ്കിലും വെളിച്ചത്തിൽ കൊണ്ടുവരിക എന്നത് ഓരോ ഭാരതീയൻ്റെയും കർത്തവ്യമാണ്. ഭാരതീയ അനാദി സനാതന ധർമ്മത്തിൻ്റെ വിശ്വവ്യാപകമായ ഗുണഗണങ്ങളെ 12 ശീർഷകങ്ങളായി സംക്ഷേപിക്കുകയാണ് ഈ ചെറുഗ്രന്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. നാം ദിവ്യസ്വരൂപരായ ശ്രവണഭക്തരാണ്. അവ വീണ്ടും വീണ്ടും അനുസ്മരിക്കുക, ആനന്ദം അനുഭവപ്പെടും. മനനം ചെയ്ത് പൂർണ്ണപ്രജ്ഞരാകുവിൻ. സനാതന ഹിന്ദു ധർമ്മം ബുദ്ധിവാദിയാണ്. അത് അന്ധവിശ്വാസത്തെ അംഗീകരിക്കുന്നില്ല. പ്രവാചകവാദത്തെ നിരാകരിക്കുന്നു. അന്ധമായ ഭക്തിയില്ല സനാതനധർമ്മത്തിൽ. വിധിയെ അഥവാ ഭാഗ്യത്തെ നിഷേധിക്കുന്നു. പൗരുഷത്തെയാണ് അംഗീകരിക്കുന്നത്. സനാതന ഹിന്ദു ധർമ്മം യുക്തിപൂർവമായ തർക്കവാദമാണ് പ്രകാശിപ്പിക്കുന്നത്. അന്ധമായ ഭക്തിക്ക് ഇതിൽ യാതൊരു സ്ഥാനവുമില്ല. നമ്മുടെ അത്യന്തം പ്രിയപ്പെട്ട ശ്രദ്ധാലുക്കളായ ഭവാന്മാർ നമ്മൾ പറഞ്ഞിരിക്കുന്ന സവിശേഷതകൾ കൂടുതലായി വിചിന്തന വിഷയമാക്കുക. അപാരമായ ആനന്ദാനുഭൂതി ലഭ്യമാകുന്നതാണ്. സനാതന ഹിന്ദു ധർമ്മം പഠിപ്പിക്കുകയാണ് ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം എന്ന്. അർത്ഥാത് ശ്രദ്ധയുള്ളവന് മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. പ്രേമവും ഭക്തിയും ശ്രദ്ധ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്നു. സനാതന ഹിന്ദു ധർമ്മം ജ്ഞാനവാദിയാണ്. നമ്മൾ ഏതേലും ജ്ഞാനിയായ വിദ്വാൻമാരിൽ നിന്നും ഉപദേശവും നിർദ്ദേശവും നേടാൻ പോകുമ്പോൾ, ഏതേലും മഹാത്മാവിനെ ദർശിക്കാൻ പോകുമ്പോൾ, തങ്ങളുടെ പൂർവരായ ജനങ്ങളുടെ ക്ഷേമാന്വേഷണത്തിന് പോകുമ്പോൾ, ഭാരതീയ സംസ്കാരമനുസരിച്ച് തീർച്ചയായും എന്തേലും ഫലമൂലാദിയോ പുരസ്കാരമോ നൽകാൻ കരുതിയിരിക്കും. ഇത് ശ്രദ്ധയുടെ ചിഹ്നമാണ്. പ്രാചീന സംസ്കൃതിയുടെ സുഗന്ധിതമായ പുഷ്പമാണ്. എന്നാൽ ഇന്നത്തെ ആധുനിക വിദ്യാസമ്പന്നർ
ഈ സദ്ഗുണത്തെ ത്യജിച്ചിരിക്കുന്നു, വിസ്മരിച്ചിരിക്കുന്നു. അവർക്കറിഞ്ഞുകൂടാ. പൈതൃക പാരമ്പര്യമുള്ള ചിലർ മാത്രമേ ഇന്നും ഈ ശ്രദ്ധ അനുവർത്തിക്കുന്നു. ജ്ഞാനിയായ ഏതേലും സത്പുമാനെ സന്ദർശിക്കുന്ന സമയം ദർശനാർത്ഥിയുടെ അന്ധകരണത്തിൽ ദർശനീയനോടുള്ള ശ്രദ്ധാഭാവം ഏത് അളവിൽ പ്രകടമാകുന്നുവോ അതനുസരിച്ച് സന്ദർശകന് ഗുണഫലം, അനുഗ്രഹം ലഭ്യമാകുന്നു. സന്ദർശകൻ്റെ ഭാഷാ പദപ്രയോഗം ശ്രദ്ധയുടെ അളവ് പ്രദ്യോതിപ്പിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ആണിക്കല്ലാണ് ശ്രദ്ധ. അതിനു മുകളിലാണ് ജ്ഞാനത്തിൻ്റെ സുകുമാര സൗധം പടുത്തുയർത്തിയിരിക്കുന്നത്. ശ്രദ്ധയും ദാസതയും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാൻ കഴിയും. വിവേകത്തിലൂടെ ശ്രദ്ധ ജനിക്കുന്നു. ഭക്തി വിവേകത്തോടൊപ്പം ഉണ്ടാകുന്നു. വിവേകത്തോടു കൂടിയ ശ്രദ്ധയാണ് ഭക്തി. ശ്രദ്ധിക്കുക, വിവേകത്തോടു കൂടിയ ശ്രദ്ധയാണ് ഭക്തി. അന്ധതയോടു കൂടിയ ഭക്തിയാണ് ദാസത. ഹിന്ദുധർമ്മം ശ്രദ്ധാവാദിയാണ്, ദാസതാവാദിയല്ല. ശ്രദ്ധ സാത്വിക ഗുണമാണ്. അത് ആത്മാവിനെ ഉയർത്തുന്നു, ഉന്നത ശ്രേണിയിലുള്ള പന്ഥാവ് ദർശിപ്പിക്കുന്നു. ആ വ്യക്തിയിൽ ദൈവീക ഗുണങ്ങൾ വികസിക്കുന്നു. അന്ധഭക്തി തമോഗുണീവൃത്തിയാണ്. അത് ദാസതയുടെ വേരാണ്. ദാസഭാവം വികാസത്തിൻ്റെ ശത്രുവാണ്. സദാപി ഹിന്ദുധർമ്മം മാതാപിതാക്കളെയും ഗുരു ആചാര്യന്മാരെയും വയോവൃദ്ധരായ ജ്ഞാനികളെയും വിവേകപൂർവ്വം ആദരിക്കുന്നു, പൂജിക്കുന്നു. ഭക്തി പ്രശ്രയപൂർവ്വം നമസ്കരിക്കുന്നു. മറ്റുള്ളവരുടെ ഗുണം ശ്രദ്ധാപൂർവ്വം അംഗീകരിക്കുന്നു. നമ്മൾ ഹംസങ്ങളാകണം, കാക്കകളാകരുത് എന്ന് ചുരുക്കം. ആത്മഭാവങ്ങളെ ക്ഷീരം സ്വീകരിക്കണം, നീരം ത്യജിക്കണം. ലോകത്തിൽ സംഘർഷം സൃഷ്ടിക്കരുത്. ശാന്തിയും ജ്ഞാനവും നിലനിർത്തണം. ആരുടെയും അടിമകളാകരുത്. ഭ്രമരങ്ങളെപ്പോലെ പുഷ്പരസം ആസ്വദിക്കണം, തേൻതുമ്പികളെപ്പോലെ. ഹിന്ദുധർമ്മം ശ്രദ്ധാവാദിയാണ്, ദാസതാവാദിയല്ല. ഹിന്ദു ധർമ്മി ജ്ഞാനശൂന്യനായ ഭക്തനല്ല. അവൻ പ്രാചീന ആര്യധർമ്മം ഉയർത്തിക്കാട്ടുന്നു. വെറും ദാസതാഭാവം ഉള്ളവർക്ക് ചിന്താശക്തി ഉണ്ടാകുന്നില്ല. ദാസതയാണ് ദുഃഖം സൃഷ്ടിക്കുന്നത്, അടിമത്തം. പലരും മറ്റുള്ളവരുടെ അടിമകളാകുന്നു. ഹിന്ദുധർമ്മം അന്ധഭക്തിക്ക് എതിരാണ്. ഹിന്ദു പഥഭ്രഷ്ടരാകരുത്. സ്വാതന്ത്ര്യത്തിൻ്റെ കവാടം പ്രാചീന ഹിന്ദു ആചാര്യന്മാർ തുറന്നു വച്ചിരിക്കുന്നു. വിവേകപൂർണമായ ശ്രദ്ധ ആത്മാവിനെ ഉയർത്തുന്നു. അത്തരം വ്യക്തിക്ക് നന്മ തിന്മകൾ തിരിച്ചറിയാൻ കഴിയുന്നു. ചിന്താശീലരാകുന്നു. ആത്മനിർഭരത നിറയുന്നു. ആത്മനിർഭരരാകുകയും ചെയ്യുന്നു. ഉത്തമ മനുഷ്യൻ മറ്റുള്ളവരുടെ വിക്രയത്തിനുള്ള
അഥവാ വ്യാപാരത്തിനുള്ള പദാർത്ഥമായി മാറുന്നില്ല. ക്രയവിക്രയത്തിനുള്ള പദാർത്ഥമായി മാറുന്നില്ല. വിവേകികൾ മനനശീലരാണ്. അവർ ഓരോ കർമ്മവും സഫലതയോടുകൂടി പൂർണ്ണമാക്കുന്നു. സൈദ്ധാന്തിക വ്യവഹാരത്തിൽ സമഷ്ടിവാദിയുമാണ്. വിവേകപൂർവം മുതിർന്നവരുടെ മുന്നിൽ സ്വതന്ത്രതാപൂർവം തൻ്റെ ചിന്തകൾ പ്രകടമാക്കുന്നു. സമഷ്ടിക്കൊപ്പം സഞ്ചരിക്കേണ്ടത് വ്യക്തിയുടെ കർത്തവ്യമാണ്. ഹിന്ദുധർമ്മം ആരുടെയും മസ്തിഷ്കത്തിന് അടിമയാകുന്നില്ല. ഓരോ വ്യക്തിക്കും സ്വയം ചിന്തിക്കാനുള്ള കഴിവുണ്ട്. കൂടാതെ അയാൾ സമൂഹത്തോടുള്ള കടപ്പാട് നിർവഹിക്കുന്നു. ഒരു വശത്ത് സനാതനധർമ്മം വിവേകത്തിൻ്റെ കവാടം തുറന്നിടുന്നു. ആത്മോന്നതിക്ക് വേണ്ടിയാണ്. അതോടൊപ്പം സഹധർമ്മത്തിന് വേണ്ടിയും കൂടിയാണ്. ആ നിയമമനുസരിച്ച് ശാന്തരായിട്ട് ധർമ്മബോധത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. പൂർണ്ണ ശ്രദ്ധാവാനായ വ്യക്തി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെയും മറ്റുള്ളവരോടൊപ്പം പ്രേമപൂർവ്വം ഇണങ്ങി കഴിയുന്നു. ഹിന്ദു ധർമാവലംബി ഭ്രാന്തി കാണിക്കുന്നില്ല, സംയമനം ശീലിക്കുന്നു. നമ്മുടെ പ്രഗതി ഉന്നതിയിലേക്കാണ്. അത് നമ്മുടെ മാനസികവും ആത്മീയവുമായ ഉയർച്ചയ്ക്ക് നിദാനവുമാണ്. ഹിന്ദു സനാതനധർമ്മം ഒരു സ്വാഭാവിക പദ്ധതിയാണ്. ഇതിൻ്റെ മനോവൃത്തി പ്രാകൃതികമാണ്. അതിൻ്റെ പരിണാമം ആധ്യാത്മികമാണ്. സനാതന ഹിന്ദുധർമ്മം സാഗരം പോലെ ഗംഭീരമാണ്. അതിൻ്റെ അടിത്തട്ടിൽ അനുപമമായ മുത്തുകളും രത്നങ്ങളുമുണ്ട്. ഇതിൽ മറ്റ് എല്ലാവിധ വിചാരധാരകളും വന്നു ചേരുന്നു. ഉത്തമമായത് സ്വീകരിക്കുന്നു, നിഷിദ്ധമായത് നിരാകരിക്കുന്നു. അടിമത്തമാണ് ഏറ്റവും വലിയ പാപം. നമുക്ക് പരമമായ പിതാവായ പരമാത്മാവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ യുവതീ മക്കൾക്കും ഭാരതീയ അനാദി സനാതനമായ ഹിന്ദുധർമ്മത്തോട് ശ്രദ്ധയും ഭക്തിയും ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ശാന്തിയും ആനന്ദവും ഉണ്ടാകട്ടെ. നിയതി നിശ്ചയിച്ചിരിക്കുന്നത്രയും കാലം ആരോഗ്യവും അനുപമവും ആനന്ദവും അനുഭവിച്ചുകൊണ്ട് നിർവാണ പദത്തിൽ വിലയം പ്രാപിക്കാം. ആത്മഭാവങ്ങളെ ബ്രഹ്മലീനനായ പരമപൂജ്യ സത്യദേവ പരിവ്രാജകൻ്റെ പാദാരവിന്ദങ്ങളിൽ വീണു വണങ്ങിക്കൊണ്ട് സനാതന ഹിന്ദുധർമ്മത്തിൻ്റെ സവിശേഷതകൾ ഒന്നുകൂടി മന്ത്രവാക്യങ്ങളായിട്ട് ഉരുവിടാം. 1. ഹിന്ദുധർമ്മം ആശാവാദിയാണ്, നിരാശാവാദിയല്ല. 2. ഹിന്ദുധർമ്മം ജ്ഞാനവാദിയാണ്, അന്ധവിശ്വാസവാദിയല്ല. 3. ഹിന്ദുധർമ്മം വികാസവാദിയാണ്, സമ്പ്രദായവാദിയല്ല. 4. ഹിന്ദുധർമ്മം കർമ്മവാദിയാണ്, ഭാഗ്യവാദിയല്ല. 5. ഹിന്ദുധർമ്മം ബുദ്ധിവാദിയാണ്, വിശ്വാസവാദിയല്ല. 6. ഹിന്ദുധർമ്മം ത്യാഗവാദിയാണ്, ഭോഗവാദിയല്ല. 7. ഹിന്ദുധർമ്മം ഈശ്വരവാദിയാണ്, പ്രവാചകവാദിയല്ല. 8. ഹിന്ദുധർമ്മം പ്രജാതന്ത്രവാദിയാണ്, ഏകാധിപത്യവാദിയല്ല. 9. ഹിന്ദുധർമ്മം അഹിംസാവാദിയാണ്, ഹിംസാവാദിയല്ല. 10. ഹിന്ദുധർമ്മം
അധ്യാത്മവാദിയാണ്, പ്രകൃതി അഥവാ മായാവാദിയല്ല. 11. ഹിന്ദുധർമ്മം സമാജവാദിയാണ്, രൂഢീവാദിയല്ല. 12. ഹിന്ദുധർമ്മം ശ്രദ്ധാവാദിയാണ്, ദാസതാവാദിയല്ല. ആത്മഭാവങ്ങളെ, സനാതന ഹിന്ദുധർമ്മത്തിൻ്റെ സവിശേഷതകൾ വളരെ ചുരുക്കിയാണ് 9 ഭാഗങ്ങളായിട്ട് നമ്മൾ ഇതിനകം സത്സംഗങ്ങളിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നത്. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളസുതാനി.